അവളങ്ങോട്ട് കയറും. അമ്മച്ചി കൂടി. ഞാൻ കയറും. അതെ, കാലത്തൊരു ഇച്ചിരി മാറ്റാവോ? ഗിയറൊന്നാണ്. കുടുംബം കൊണ്ടുപോകുന്നതെന്ന് നമ്മെ പഠിപ്പിച്ചു വരുന്നുണ്ട്. സമൂഹത്തിൽ മാതൃകാ കുടുംബ ജീവിതത്തിന്റെ പ്രസക്തി മലമുഴക്കി വേഴാമ്പലിന്റെ കഥയിൽ വേണ്ടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ഇല്ല അമ്മച്ചി. ഞാനും കൂടിയിട്ട് പോകാന്ന്. ആ കൊച്ചു പോകുന്ന കണ്ടോ? എന്നാ വണ്ടി ഇട്ടിച്ചു വരാം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമുഴക്കി വേഴാമ്പൽ. എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു. പെൺവേഴാമ്പൽ മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ നിന്റെ ആക്രാന്തൊക്കെ മാറിയോടാ? ഞാൻ പറഞ്ഞു വന്നത് മലമുഴക്കി വേഴാമ്പൽ. നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ പോവാ. എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെ കോമാളിയാ. എടാ, നിനക്ക് ചെറിയൊരു കൈവത്തം പറ്റിയെന്ന് പറഞ്ഞ് നീ എന്നെ സ്നേഹത്തിൽ എണ്ണപ്പെടുന്നത്? ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ. നിനക്കറിയോ, നമ്മുടെ പാറക്കുടിയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാ മിണ്ടാ പൂച്ചായിട്ടിരുന്ന പെണ്ണ് സോണി, അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അവളിപ്പോൾ കേസും കൂട്ടായിട്ട് വീട്ടിൽ വന്നിരിക്കുക. കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം. അതിന് ഞാൻ അതൊന്നും വിചാരിച്ച ചെയ്തല്ല. അതല്ലടാ, എടാ ആ കാര്യം നാട്ടിൽ ചുടുവും ചൂലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതറിയും. നിന്നെ 10 പേര് അറിയുന്നോണ്ട് നാട്ടുകാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടെടുക്കും. അതിന് നിനക്കല്ല യാതം അല്ലേ അച്ചോ? സിൽവാച്ച വന്നേ. ഇത് നല്ല കളി. എടാ, നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അത്ര കാര്യമായിട്ടെടുത്തില്ല. നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എൻ്റെ കുറ്റമാണ്, ഞാൻ ക്ഷമ വയ്ക്കണം. നമ്മുടെ പള്ളിയിൽ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് അച്ഛനാണ് വരുന്നത്, എബി പുത്തുമുറിക്കൽ അച്ഛൻ. നീയും റിൻസിമോളും അതൊന്ന് അറ്റൻഡ് ചെയ്യും. ഇത്രയും കൊല്ലമായി നിങ്ങൾ ചേട്ടനനിയന്മാരെ പോലെ കഴിയുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നോ? എന്നിട്ടിപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പെണ്ണ, ഇതൊക്കെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ? എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എന്തായാലും കുഴപ്പം പറ്റിയോ? ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. അവന്റെ വിഷമം അവനെ അറിയത്തുള്ളൂ. എടാ ചെറുക്ക, നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ഞാൻ പോവാ, നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ. നിങ്ങൾ അടിപൊളിയാണ് ചോദിച്ചത്. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാറുണ്ടോ? ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാറുണ്ടോ? എന്നാലും ഞാൻ ഒത്തിരി ഒന്നും അങ്ങനെ പണയിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ സഹായിക്കണം ഏട്ടാ? അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. അത് അനുഭവിച്ചു തന്നെയല്ലേ. ഞാൻ ചെയ്ത് മഹാപോക്രിത്തരായി പോയില്ല ഏട്ടാ. പിന്നല്ലാതെ സംശയമുണ്ടോ? ഇപ്പം നിനക്കത് ബോധ്യമായല്ലോ. എടാ, നിനക്കൊന്നും അറിയില്ലായിരുന്നുള്ളത് ആ കൊച്ചിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് രാത്രി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഏട്ടാ. ഞാൻ വല്ലാണ്ട് പേടിച്ചു കേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല. ചേട്ടൻ അറിയോ? എടാ, എന്തിനാടാ ഒട്ടായി നീ മേടിച്ചത്? ഇത് ഈ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ലോ. ഇതൊന്നും എല്ലാവർക്കും നേരാൻ വണ്ണം അറിയണമെന്നൊന്നുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി. എന്തെല്ലാം തരം ജീവികളാണ്. അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ഇണയെ ആക്രമിച്ച് കീഴ്പ്പെടുന്നതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? അല്ലെ കണ്ടിട്ടുണ്ടോ? അത് ശരിയല്ല ഏട്ടാ. ഇതുങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ? അതാ, അതുങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളും. എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട്. അതൊക്കെ ഒന്ന് പുറത്തെടുത്താൽ മതി. നമുക്കൊരു ദിവസം ചേച്ചിനോടെ കൊണ്ടുവന്നാലോ? നീ നടക്കണ കാര്യമല്ലോ പറ. ആദ്യം അവൾ എന്നോടൊന്നും മിണ്ടട്ടെ. സ്ലിവാച്ച ചെന്നങ്ങ് മിണ്ടെന്നേ. ഞങ്ങളൊന്നും പോയില്ലടാ ഹണിമൂണിന്.
അന്ന് പനിയാന്ന് ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു. എന്നിട്ടുണ്ടല്ലോ വെളുക്കണ വരെ എൻ്റെ അടുത്തിരിക്കുവായിരുന്നടാ. ഞാനാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. ഇപ്പം ആണെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടാൻ കൊതിച്ചിരിക്കുക. സ്ലീവാച്ചൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? എന്നാ? നാണമാ. അതൊക്കെ പണ്ടല്ല, ഇപ്പം അങ്ങനെയൊന്നുമില്ല. നീ നോക്കിക്കോ മോനെ, ധ്യാനം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ അവളെ കൊണ്ട് പോകും. അന്ന് പോയ സെയിം റിസോർട്ടിൽ. എന്നെ സ്ഥലമെന്നറിയാം അവിടെ, ഒരു മലയുടെ മേളിൽ അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ആഗ്രഹം. ഇതെവിടെ പോയതാണ്? കല്ലാറ ആശുപത്രി വരെ. വിശേഷം രണ്ടാമത്തെ. അത് ശരി. എന്നാ കൊടിയിലെന്നാ? ഓ, അന്ന് കെട്ടിക്കൊടുത്താ മതി. ആ, എന്തിനാ തുണി എടുത്തോ? ആ തുണി എടുത്തു. നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ. വേറെന്താ പറഞ്ഞ? വേറൊന്നും പറഞ്ഞില്ല. അമ്മുക്കുട്ടി, പാഷൻ ഫ്രൂട്ട്. അമ്മേ ഞാൻ വന്നേക്കാം. എടാ നീ ഉണ്ടോ? ഞാൻ കൊച്ചിനെ കൊണ്ട് വന്നേക്കാം. ആ ശരി ശരി. ഞങ്ങളിപ്പോൾ സ്ലീവാച്ചനായി മിണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു സ്ലീവാച്ചൻ പാവ, ചേച്ചിയെ ഭയങ്കര ഇഷ്ടമെന്നും പറഞ്ഞു. അന്ന് ഹണിമൂണിന് ഇപ്പോൾ ചേട്ടന് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമെന്നും പറഞ്ഞു. നീ എന്നെ പരിപാടിയോടെ കാണിച്ചു. നിനക്ക് ആ കേസ് കൂടെ പറഞ്ഞ എല്ലാ ആവശ്യമുണ്ട്. ഇത് ചേച്ചി എന്നാ പറഞ്ഞ? ചേച്ചി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എനിക്കൊരു ഐഡിയ ഇല്ല. ഇല്ല, ഞാൻ എന്നാ അറിയുന്നത്? അതിന് ഞാനും പുള്ളിയും തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചല്ല. ഒരു പ്രാവശ്യം സംസാരിച്ചു, പക്ഷെ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. എൽദോ ചാച്ചനെ പോയി കാണണോ വേണ്ടയോ എന്നാണ്. അതൊന്നും നോക്കണ്ട. നീ എന്ത് തീരുമാനം എടുത്താലും ചേട്ടൻ കൂടെ ഉണ്ടോ? അവനെന്ന് പെണ്ണാണാൻ വന്നപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചതാ. അവൻ്റെ ഒരു കരിങ്കുറിഞ്ഞും തൊട്ടാവാടിയും. ഞാൻ പിന്നെ നിങ്ങളുടെ ആരടുത്തും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നീനിത് വിട്ടു വിളിച്ച് പറയണ്ട. ഞാൻ അവിടെ ആരടുത്തും പറഞ്ഞിട്ടില്ല. നീ ഒരു ഡിസിഷൻ എടുത്തോ, ചേട്ടൻ കൂടെ ഉണ്ടാവും. ഞാനേ ഇവിടെ ഒരു ഷിഫ്റ്റിന് സമയം, ഞാൻ പിന്നെ വിളിക്കാം. ഒറ്റയ്ക്കിരുന്നും ബോറടിക്കാൻ ഓർത്ത് കയറിയതാ. ആ വാതിലൊന്ന് ചാരൂ. സുരേഷ് ഗോപിനെ പറ്റി സംസാരിച്ചിരുന്നല്ലേ? കുറ്റിയിടണ്ട. അന്ന് ഹണിമൂണിന് പോയപ്പോൾ പനിയില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ഞാനത് പറയാൻ വരുമായിരുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ തമ്മിൽ ഇനി മുന്നോട്ട് പോവില്ല. എനിക്കതൊട്ടും കഴിയില്ല. എൻ്റെ പ്രശ്നം കൊണ്ടാട്ടോ. അയ്യോ, അതല്ല അങ്ങനെ പറയുന്നത്. റിൻസിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നം മൊത്തം ഉണ്ടാക്കി ഞാനല്ലേ? അതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ എനിക്കിനി ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നെ പറഞ്ഞു വരുന്നത്? ധ്യാനം കഴിയുമ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം. അമ്മച്ചിയോട് പറയാമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഈ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട ഒരു പെണ്ണിനോട് ഇങ്ങനെ ഇങ്ങനെ തുടർന്നത്. അതിങ്ങനെ ആയിപ്പോയതാ. ഒരു പെണ്ണിനോട് ഒരാണും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ തന്നോട് ചെയ്തു. റിൻസി, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാൻ പാടുള്ളൂ.
സ്ലീവാച്ചാ കടക്കാത്ത ഭയങ്കര അടി നടക്കോ ആരെ ആ ബെഡ്സീഡ് ഏച്ചന്മാരാ പെണ്ണേസാണ്ട് ആരും ഓരോടെ നിരുന്നേ എന്നെ വിഷയം ഒരു വിഷയമില്ല ഉള്ളതൊക്കെ ഞങ്ങൾ കൈയറിഞ്ഞിട്ടുണ്ട് ചേട്ടായിക്ക് വന്നേ എന്നാടാ എന്നെ പറ്റി എന്റെ പൊന്നിടാവേ എനിക്കെങ്ങും അറിയത്തില്ല ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ബാക്കി പറഞ്ഞു കൊടുക്കടാ. ബെറ്റ്സി എന്നെ ഒന്ന് കാണാൻ വന്ന സ്ലീവാച്ച ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴവളുടെ ചാച്ചന്മാർ കയറി വന്ന് കുറെ നാളെ ഇവന് പണി തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുമല്ലേ ശ്രീവാച്ച എത്രയും വേഗം നിങ്ങളോട് പറഞ്ഞു വിട്ടണം അതായിരിക്കും നിനക്ക് നല്ലത്. ഒരു ചുക്കുമില്ല എന്നെ കരുതുന്ന താരൊക്കെ ഈ പിള്ളേരെ കൈ വെച്ച് ഈ നാട്ടിൽ നടക്കാത്തൊന്നും അല്ലേ ചെയ്ത് നീ ഈ തട്ടികൾക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. ആ അങ്ങനെ തന്നെ വിചാരിച്ചു താവരെ വിളിച്ചോണ്ട് ഇറങ്ങി പോയേ പോടോ ഇറങ്ങി പോടോ പോ കണ്ടവനെ ഉപദ്രവിച്ചോടോ മാര് നിനക്കാളെ പോറ്റാനുള്ള ധൈര്യമുണ്ടോ? എന്നാ നീ വെച്ച് വിളിച്ചിറക്കും ബാക്കി കേട്ടു. ആ മൗസാറെ ഞാൻ ടൗണിലുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. നിന്റെ സക്കിന്റെ ഇടയ്ക്ക് 100-ൽ 100 മാർക്ക് അവര് തന്നേക്കുന്നേ. അതേടാ ഇപ്പൊ എയോടെ മെയിൽ വന്നായിരുന്നു. നിന്നെ അവര് തെരഞ്ഞെടുത്തടാ. സമ്മതിക്കണം കേട്ടോടി ബെറ്റ്സി, നിന്റെ ധൈര്യം. എത്ര നാളായി നിങ്ങൾ ഇഷ്ടത്തിലായിട്ട്? ഇപ്പം 3 വർഷം. എൻ്റെ പൊന്നു ചേച്ചി, ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരുള്ള അനിയത്തിക്ക് കുറച്ച് മീനച്ചാറ് പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിലോട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല. പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിൽ വരും. അങ്ങനെ വന്ന് മടുത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ടങ്ങ് പോയി. പിന്നെ പറയണ്ടല്ലോ, ഫോൺ വിളിയായി, പറച്ചിലായി, പിന്നെ ഞങ്ങൾ ഇവിടം വരെ അങ്ങ് എത്തി. എന്നിട്ട് അച്ചാറോട് പോയി ചേച്ചി? അതിനെന്നെ പറയണ്ട, അതിൻ്റെ കാരണക്കാരൻ എന്തേ നിൽക്കണു. ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ്സ് ആയിട്ടങ്ങ് അടിച്ച്. അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണം തന്നെയാണ് നല്ലത്. ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാമല്ലോ. എന്നാ മണ്ടത്തരവാടാ കൊച്ചെ നീ കാണിച്ചേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കാത്ത വെച്ച് വേണമായിരുന്നോ? അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത്. അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഇവള് ധ്യാനത്തിനാന്നും പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു. പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എൻ്റെ കടയിലോട്ട് വന്നു. പിന്നെ ആകെ പാടെ പ്രശ്നമായി. അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി. ഞങ്ങൾ പിള്ളേരല്ലേ ചേച്ചി, ഇപ്പോൾ ഓടുന്നു. ഇല്ല ചേച്ചി, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റെന്നറിയില്ല. അതിൽ തെറ്റൊന്നുമില്ല. ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയാന് അവര് വന്ന് നിന്നെ വല്ല ദേഹോപദ്രവം ചെയ്യുവോ? അമ്മച്ചി തന്നെ വർത്താനം അമ്മച്ചി പറയണേ. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ പിരിക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഇരായത്ത്. ഗോവിച്ചടോ, നാളെ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ വേണ്ട സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ ചെയ്തു. കുഴപ്പമില്ല സ്ലീവാച്ച, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അന്നത്തെ പ്രശ്നം കഴിഞ്ഞ പിന്നെ ഇതാടാ എന്റെ മുറി. ആ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ലേ? ഇല്ലെന്നേ, അയച്ചൊരു വലിയ പ്രശ്നം. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യം എങ്ങനെ? സ്ട്രോങ് അല്ലേ? വീട്ടിൽ പറഞ്ഞു? വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു. അമ്മച്ചി ഇച്ചിരി പേടിച്ചിരിക്കുക. അതിനകത്തിന് അമ്മച്ചി പേടിക്കണേ? നമ്മളൊക്കെ അല്ലേ ഇവിടെ. പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ. നാളെ ഇനി അവന്മാരുടെ നിന്ന് വീണ്ടും ഇടികൊള്ളേണ്ട വരുമെന്ന് എൻ്റെ പേടി. സ്ലീവാച്ചിന് ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉള്ളത് എൻ്റെ ഒരു സമ. സ്ലീവാച്ച, സ്ലീവാച്ച്.